നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ സുകൃതഹാരങ്ങൾ എന്ന പാഠഭാഗമാണ്. ഇത് എഴുതിയത് കുമാരനാശാനാണ്. ആധുനിക കവിത്രയത്തിലെ പ്രമുഖനായ മഹാകവിയാണ് കുമാരനാശാൻ. എന്താണ് കവിത്രയം? പ്രാചീന കവിത്രയവുമുണ്ട്, ആധുനിക കവിത്രയവുമുണ്ട്. തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി നമ്പൂതിരി, ഇവർ മൂന്ന് പേരുമാണ് പ്രാചീന കവിത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക കവിത്രയത്തിൽ വരുമ്പോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ, ഈ മൂന്ന് പേരാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ ആധുനിക കവിത്രയത്തിൽ മഹാകാവ്യം എഴുതാതെ എഴുതിയ കാവ്യങ്ങളുടെ മഹത്വം കൊണ്ട് മഹാകവി പട്ടം കിട്ടിയ ആളാണ് എൻ കുമാരനാശാൻ. അദ്ദേഹത്തെ ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. കുമാരനാശാൻ ജനിച്ചത് 1873 ചിറയിൻകീഴിലെ കായിക്കര എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. SNDP യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വീണപൂവ്, നളിനി, ലീല, ശ്രീബുദ്ധചരിതം, പ്രരോദനം, ബാലരാമായണം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ, ചണ്ഡാലഭിക്ഷുകി തുടങ്ങിയവയാണ്. അദ്ദേഹം മരിച്ചത് 1924 ജനുവരി 16 നടന്ന റെഡീമർ ബോട്ടപകടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നേരത്തെ നിങ്ങൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്നതാണ്. 7ാം ക്ലാസ്സിൽ വീണപൂവ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചണ്ഡാലഭിക്ഷുകിയിലെ ഒരു ഭാഗമാണ്. ചണ്ഡാലഭിക്ഷുകി കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി. സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ആ ഘട്ടത്തിൽ തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു. അവളോട് അല്പം വെള്ളം ചോദിക്കുന്നതും കുടിക്കാൻ വേണ്ടി അല്പം വെള്ളം ചോദിക്കുന്നതും അതിന് ആ പെൺകുട്ടി നൽകുന്ന മറുപടിയും ഒക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ജാതി വ്യവസ്ഥ വല്ലാതെ കൊടുമ്പിരി കൊണ്ട് നിന്നിരുന്ന ഒരു കാലത്താണ് ഈ കഥ നടക്കുന്നത്. നമുക്കെന്തായാലും എല്ലാ ക്ലാസ്സിലും ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം കവിത ഞാൻ ഒരു തവണ വായിക്കാം. അതിനുശേഷം അതിൻ്റെ ഓരോ വരിയും അല്ലെങ്കിൽ ഓരോ വാക്കും എടുത്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അതിനുശേഷം കവിത ഒന്നും കൂടെ വായിക്കും. അപ്പോൾ നിങ്ങൾ 100% ഈ കവിതയെപ്പറ്റി നല്ല ബോധവാന്മാരാവും. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും ഇത് കേൾക്കുക, വായിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. സുകൃതഹാരങ്ങൾ. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നിടിനാൾ. ശ്രീമാന ഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൻ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ. ഓമലേ തരൂ തെല്ലെന്നതു കേട്ടു രാമനോഹരി അമ്പരന്നോദിനാൾ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതി ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. ഭീതി വേണ്ട തരീകതെനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ,
തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. ചോരച്ചെന്തളേരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു മീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം. ഇനി നമുക്കിതിൻ്റെ ഓരോ വരിയുടെയായിട്ട് അർത്ഥം നോക്കാം. ഫസ്റ്റ്, തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ ശ്രീമാനാ ഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൻ. നമ്മൾ പറഞ്ഞു, ഒരു ബുദ്ധഭിക്ഷുവായിട്ടുള്ള ആനന്ദൻ ദാഹിച്ചു വലഞ്ഞങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് തൂമ എന്ന് പറഞ്ഞാൽ ഭംഗിയോടുകൂടി ഭംഗിയുള്ള തൻ്റെ പാള, അന്നത്തെ പണ്ടത്തെ കാലത്തൊക്കെ പാള വെച്ചിട്ടാണ്, പാളത്തൊട്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കവുങ്ങിൻ്റെ പാള, അടയ്ക്ക പിടിക്കുന്ന കവുങ്ങിൻ്റെ ആ പാളയുണ്ടല്ലോ, അത് എടുത്തിട്ട് അത് മുറിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും കയറ് കെട്ടി അങ്ങനെ ഒരു തൊട്ടി പോലെ, നമ്മുടെ വെള്ളം കോരുന്ന ഒരു പാത്രം പോലെ ഉണ്ടാക്കിയെടുത്ത് അതുപയോഗിച്ചിട്ടാണ് പണ്ട് കാലത്ത് വെള്ളം കോരിയിരുന്നത്. അപ്പോൾ ഈ ആനന്ദൻ എന്ന ഈ ബുദ്ധഭിക്ഷു ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതുപോലൊരു പാള തൊട്ടിയും കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടി, ആ സുന്ദരിയായിട്ടുള്ള ഭംഗിയുള്ള ആ പെൺകുട്ടിയെ അങ്ങനെ കണ്ടു. അവളങ്ങനെ അവളുടെ ഓമൽ കയ്യാൽ, ആ ഭംഗിയുള്ള കൈകളാൽ ആ കയറ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കോമളാങ്കി, കോമളമായ അംഗത്തോട് കൂടിയവളായ, അതായത് സുന്ദരി ആയിട്ടുള്ള ആ പെൺകുട്ടിയെ അങ്ങനെ നീർ കോരി നിന്നീടിനാൾ, വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയാണ്. നിന്നീടിനാൾ എന്ന് പറഞ്ഞാൽ അവൾ നിന്നു എന്നർത്ഥം. നിന്നീടിനാൻ എന്ന് പറഞ്ഞാൽ അവൻ നിന്നു എന്നർത്ഥം. ഓക്കെ, അവൾ അങ്ങനെ വെള്ളം കോരി നിൽക്കുകയാണ്. അപ്പോഴോ ആ ശ്രീമാനായിട്ടുള്ള, ആ ഐശ്വര്യ നിറഞ്ഞു നിൽക്കുന്ന ആ ബുദ്ധഭിക്ഷു, ആ ഭിക്ഷു അങ്ങു ചെന്നു അർത്ഥിച്ചാൻ. അവൻ അർത്ഥിച്ചു, അവൻ അപേക്ഷിച്ചു. അർത്ഥിക്കുക, അപേക്ഷിക്കുക എന്നാണ്. അപ്പോൾ അവൻ യാചിച്ചു അല്ലേ? എന്താണ് അവൻ അർത്ഥിച്ചത്? എന്താണ് അവൻ യാചിച്ചത്? ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂ തെല്ലെന്ന് അതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ. എനിക്ക് ദാഹിക്കുന്നു ഭഗിനി, ഭഗിനി എന്ന് പറഞ്ഞാൽ സഹോദരി, എനിക്ക് ദാഹിക്കുന്നു. ആ കൃപാരസ, നിൻ്റെ കരുണയോട് കൂടിയ ആ ആ ആ എന്ത് ചെയ്യുക, കുളിർ തണ്ണീർ എന്ന് വെച്ചാൽ ആ തണുപ്പുള്ള ആ വെള്ളം, വേഗം തന്നെ, ആശു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, നീ എനിക്ക് കുറച്ച് തരൂ, തെല്ല് തരൂ, കുറച്ച് തരൂ. ഇത് കേട്ടപ്പോൾ ആ മനോഹരിയായിട്ടുള്ള, സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അമ്പരന്നോതിനാൾ. ഈ ഭിക്ഷു അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അവൾ അമ്പരന്ന് പോയി. എന്നിട്ട് അവൾ ഓതിനാൾ, ഓതുക എന്ന് വെച്ചാൽ പറയുക എന്നർത്ഥം. അപ്പോൾ ഓതിനാൾ എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു. അവൾ എന്ത് പറഞ്ഞു? അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ. അല്ല, ഇത് എന്ത് കഥയാണ്? അല്ലലാലങ്ങ് ജാതി മറന്നുവോ? അങ്ങയുടെ ഈ എന്താണ് ദുഃഖം കൊണ്ട്, ദുഃഖം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം ആ ദാഹം കൊണ്ടാണ്. ഈ ദുഃഖം കൊണ്ട് അങ്ങ് ജാതി മറന്നുപോയോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്ത് കഥയാണ്? അങ്ങ് എന്താണ് ജാതി മറന്നുപോയോ?
നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലിഴും ആര്യന്മാർ. ഞാനൊരു നീചനാരിയാണെന്ന് വെച്ചാൽ താഴ്ന്ന കുലത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എൻ്റെ കൈകൾ കൊണ്ട് വെള്ളം മേടിച്ച് ആചമിക്കുക എന്ന് പറഞ്ഞ ഈ ബ്രാഹ്മണർ ചെയ്യുന്ന ഒരു ശുദ്ധികർമ്മമാണ്. ഇവിടെ കുടിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ചെയ്യുമോ ചൊല്ലിടുന്ന ആര്യന്മാർ. ആര്യന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ആര്യന്മാർ എന്ന് പറഞ്ഞാൽ ഉയർന്ന കുലജാതരാണ് ആര്യന്മാർ. അപ്പോൾ അവർ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കുക. അങ്ങ് എന്താ വിശപ്പ് ദാഹം കൊണ്ട് അങ്ങേക്ക് ജാതി മറന്നുപോയോ? എൻ്റെ മേൽ കോപം വരരുത്. കാരണം പാപമുണ്ടാം ഞാൻ വെള്ളം തന്നാൽ എനിക്ക് തന്നെയാണ് പാപം. അങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് പാപം എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ പാപമുണ്ടാവുന്ന ഒരു ചണ്ടാല സ്ത്രീയാണ് ഞാൻ. ആ ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമർ നായകൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സബായിട്ടുള്ള ഡിവിഷനാണ്, ജാതിയാണ്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ചാമർ നായകൻ്റെ കിടാത്തി മകളാണ് ഞാനൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്. എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചാൽ അതെനിക്ക് തന്നെയാണ് അതിൻ്റെ പാപം. അങ്ങേക്ക് ദുഃഖം വരരുത്. ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. അങ്ങ് ദാഹം കാരണം ജാതി മറന്നുപോയോ? എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം ചോദിച്ചിരിക്കുന്നു. എന്താണ്? അവൾ അമ്പരന്ന് പോയി. അപ്പോൾ ഭിക്ഷു ഓതിനാൻ ഭിക്ഷു ഏറ്റം വിലക്ഷണ. അവൻ ഇങ്ങനെ പറഞ്ഞു. വിലക്ഷണ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഭാവഭേദവുമില്ലാതെ, ഇത് കേട്ട് അയ്യോ ഞെട്ടിത്തിരിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണോ, ഞാൻ ഉയർന്ന ജാതിയിൽപ്പെട്ടതാണോ, ഇങ്ങനെ ഒരു ഭാവവ്യത്യാസമൊന്നുമില്ലാതെ, വിലക്ഷണായി യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ പറഞ്ഞു, ജാതി ചോദിക്കുന്നില്ല ഞാൻ സഹോദരി, ഞാൻ നിൻ്റെ ജാതിയല്ല ചോദിക്കുന്നത്. ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. നീർ അല്പം വെള്ളമാണ് ചോദിക്കുന്നത്. അതിൻ്റെ നാവ് വരണ്ടിട്ടാണ്. ഭീതി വേണ്ട തരികതെനിക്ക് നിനക്ക്, നീ പേടിക്കണ്ട. അവളുടെ മനസ്സിലുള്ള പേടി എന്താണ്? ഈ ജാതി ചിന്തകളാണ്. അപ്പോൾ ഈ ജാതിയുടെ പേടിയോ അങ്ങനെയുള്ള പേടികളോ ഒന്നും നിനക്ക് വേണ്ട. നീ എനിക്ക് വെള്ളം തരിക എന്ന് പറഞ്ഞിട്ട് ഉടനെ കരപുടം നീട്ടിനാൻ. തൻ്റെ കൈകൾ അങ്ങോട്ടേക്ക് നീട്ടി. ചെന്നളിന മനോഹരം സുന്ദരൻ. എന്താണ് ചെന്നളിനം എന്ന് പറഞ്ഞാൽ? ചുവന്ന താമരപ്പൂ പോലെയുള്ള സുന്ദരനായിട്ടുള്ള ആ ബുദ്ധഭിക്ഷു തൻ്റെ കൈകൾ അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നീട്ടി. പിന്നെ തർക്കം പറഞ്ഞില്ല യോമൻ. അവൾക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. അവളൊന്നും തർക്കം പറഞ്ഞില്ല, മുടക്കമൊന്നും പറഞ്ഞില്ല. തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. തന്നെ എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയാണവൾ. അല്ലാതെ കല്ലുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയല്ല. ദാഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന് വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി അവളെ കല്ലുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല. അവളൊരു മനുഷ്യ സ്ത്രീയാണ്, സുന്ദരിയായിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ്. തന്നി സുന്ദരിയാണ് കേട്ടോ. കറ്റക്കാർകൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ. കറ്റക്കാർകൂന്തൽ എന്ന് പറഞ്ഞാൽ കാർമേഘം പോലെയുള്ള മുടിയാണ്, കൂന്തൽ മുടിയാണേ. അപ്പോൾ ആ മുടി മൂടി തലവഴി ഇട്ടിരിക്കുന്ന, ഈ മുടിയുടെ മേളിൽ കൂടി ഞാൻ തലയിലൂടെ ഇട്ടിരിക്കുന്ന ആ സാരി അല്ലേ, അങ്ങനെ സാരി ഇട്ട് മറയ്ക്കുമല്ലേ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇവർ സാരി കൊണ്ട് തലവഴി ഇങ്ങനെ മറച്ചു വയ്ക്കും. അത് ഹാസ്യം പറഞ്ഞാൽ, ഹാസ്യം എന്ന് പറഞ്ഞാൽ എന്താ? മുഖത്തിൻ്റെ പകുതി വരെ ഇട്ടിരിക്കും. മുഖത്തിൻ്റെ പകുതി വരെ ഇട്ടിട്ട് ആ നെറ്റിയൊക്കെ മറഞ്ഞ് അങ്ങനെ ഇരിക്കും. അതാണ് കറ്റക്കാർകൂന്തൽ മൂടി തലവഴി മുറ്റും ഹാസ്യം മറഞ്ഞു കിടക്കുന്ന ആ സാരി, ആ ചാരു സാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റു വിടർത്തവൾ. ചെറുചിരിയോട് കൂടി, ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അവൾ എന്ത് ചെയ്തു? പരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. അവനങ്ങനെ ഈ സാരിയൊക്കെ വിരൽ കൊണ്ട് കൈകൊണ്ടൊന്ന് ഒതുക്കി അവൾ ഒരു ചെറിയ ചിരിയോട് കൂടി, വിസ്ഫാരം എന്ന് പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് വികസിച്ച ആ കണ്ണുകളുമായിട്ട് അവൾ അങ്ങനെ, മൈക്കണ്ണി എന്ന് പറഞ്ഞാൽ സുന്ദരിയാണ്, മൈ എഴുതിയ കണ്ണുകളോട് കൂടിയവൾ, അതാണ് മൈക്കണ്ണി. സുന്ദരിയായിട്ടുള്ള അവൾ അങ്ങനെ അവിടെ നിന്നു, ഇത് കേട്ടുകൊണ്ട് നിന്നു. എങ്ങനെ, എന്തുപോലെ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അവളൊരു ഉപമയാണ്. ചോരച്ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ.
അരുണൻ സൂര്യനാണ് അല്ലേ? അരുണൻ്റെ രാവിലെയുള്ള രശ്മി എങ്ങനെയാണ്? ചോര പോലെയാണ്, ചുവന്ന നിറത്തിലുള്ള അരുണാംശു വന്നു തട്ടി നിൽക്കുന്ന ഒരു പനിനീർ പൂവ് പോലെ. അതിനകത്ത് വണ്ടിണ വന്ന് മുട്ടി നിൽക്കുന്നു. എന്തിനാണ്? തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിണ വന്ന് മുട്ടി ഒരുമി നിൽക്കുന്ന ആ ഒരു ചെന്തണ്ടലരല്ലി. ചെന്തണ്ടലർ എന്ന് പറഞ്ഞാൽ ഈ പൂവാണ്, ചുവന്ന ആ പൂവ്, ഒരു പനിനീർ പൂവ് പോലെ അത്ര മനോഹരിയായിട്ട്, അത്ര സുന്ദരിയായിട്ട് നിൽക്കുന്ന അവളുടെ മുഖത്തെ വർണ്ണിച്ചിരിക്കുകയാണ് കവി. എങ്ങനെയാണ്? ഒന്നുകൂടെ നോക്കിക്കോ. ചോരച്ചെന്തളിരഞ്ചും അരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. പിന്നെന്ത് ചെയ്തോളൂ? ആ പാളയിൽ നിന്ന് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അതിൻ്റെ മധ്യത്തിൽ നിന്ന് കണ്ണാടി പോലെ, ശുദ്ധമായിട്ടുള്ള കണ്ണാടി പോലെ കാന്തി വിതറുന്നത്, അതായത് നല്ല തെളിനീര്, കണ്ണാടി പോലെ തിളങ്ങുന്ന ആ തെളിനീര് ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. അല്പം കുനിഞ്ഞുകൊണ്ട് ആ ഭിക്ഷുവിൻ്റെ കൈകളിലേക്ക് ആ വെള്ളം അങ്ങനെ വാർത്തു, അല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തു. പുണ്യശാലിനി, പുണ്യം ചെയ്തവളെ, നീ പകർന്നിടുന്ന ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും, നീ നൽകുന്ന ഈ തണ്ണീരിൻ്റെ, ഈ വെള്ളത്തിൻ്റെ, തണുത്ത ജലത്തിൻ്റെ ഓരോരോ തുള്ളിയും അന്തമറ്റ എണ്ണമറ്റ സുഹൃതഹാരങ്ങൾ, പുണ്യം ആകുന്ന അനവധി ഹാരങ്ങൾ, മാലകൾ നിന്നെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. നിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനസ്സിൽ, നിൻ്റെ ഉള്ളിൽ ആ പുണ്യം, അനേകം പുണ്യം നിറയ്ക്കുന്നുണ്ടാവാം എന്നാണ് കവി പറയുന്നത്. ഇപ്പോൾ കവിതയുടെ ആശയം മനസ്സിലായല്ലോ, അർത്ഥം മനസ്സിലായല്ലോ. വരികളും വാക്കുകളും എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളിത് കേട്ട് നോക്കുക. ഈ കവിത സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കുറച്ച് സ്പീഡിൽ അങ്ങ് പാടാം. നേരത്തെ പോലെ അത്ര സ്ലോ ആയിട്ടല്ല, കുറച്ച് സ്പീഡിൽ നമുക്കങ്ങ് പാടാം. ഇനിയിപ്പോൾ കേട്ടാൽ മനസ്സിലാവും. അതൊന്ന് വായിച്ചും കൂടെ നോക്കുക നന്നായിട്ട്. ഇനി അഥവാ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക? എഴുതി നോക്കുക. ഒരു പ്രാവശ്യം ഈ കവിത നോക്കി അങ്ങ് എഴുതുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ. മൊത്തം അങ്ങ് എഴുതുക. എഴുതിയതിന് ശേഷം ഒന്ന് വായിച്ച് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സുഹൃതഹാരങ്ങൾ പാഠം. ഒന്നും കൂടെ ഞാൻ വായിച്ചു തരാം. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നീടിനാൾ ശ്രീമാന ഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൻ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂ തെല്ലെന്നതു കേട്ടോ രാമനോഹരി അമ്പരന്നോദിനാൾ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ ഭീതി വേണ്ടാതരീകതിനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. ചോരച്ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ
വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി നീ പകർന്നിടുമീ, പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃദഹാരങ്ങൾ നിൻ അന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം.